അഖിലൻ, ഇരേവൻ, സൈറൻ തുടങ്ങിയ ബോംബുകൾക്ക് ശേഷം നമ്മുടെ രവി മോഹൻ ഇട്ട അടുത്ത സീരിയൽ അവരാത ബോംബാണ് ബ്രദർ. പടത്തിലെ നായകൻ രവി മോഹൻ പരീക്ഷ എഴുതി പൊട്ടി പാളീസായ ഒരു ലോ കോളേജ് സ്റ്റുഡന്റ് ആണ് സുഹൃത്തുക്കളെ. சார் ஒரு ஹாய் சொல்லுங்க. ஹாய். என்னடா வீடியோ எடுக்கிற? லா காலேஜ் ப்ரொஃபஸரா இருந்துகிட்டு இப்படி ஒரு கேவலமான வேலையை பாக்குறீங்க. இத கொடுத்துறேன். ஆனா உங்ககிட்ட இல்ல, மீடியா கிட்ட கொடுத்து உங்க ரெண்டு பேருக்கும் தண்டனை வாங்கி கொடுத்தேன். படிச்ச காலேஜ் மேலேயே கேஸ் போட்டதுனால தான் இன்னைக்கு வரைக்கும் ഡിഗ്രി முடிக்காத ലായറാവേ സുത്തിട്ട്. അത് ശരി, അപ്പൊ അങ്ങനെയാണല്ലേ. കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകനെ വെറുപ്പിക്കുന്നത് പോരാഞ്ഞിട്ട് നാട്ടുകാരെയും വീട്ടുകാരെയും വെറുപ്പിക്കുന്ന നമ്മുടെ നായകൻ രവി മോഹനെ പുള്ളിയുടെ ചേച്ചി നന്നാക്കാൻ കോൺട്രാക്ട് എടുത്ത് ചേച്ചിയുടെ നാട്ടിലേക്ക് വലിച്ചുകൊണ്ടു പോകും. நீங்களும் அம்மாவும் இங்க நிம்மதியா இருங்க. கொஞ்ச நாளைக்கு நான் இவனை ஊட்டி கூட்டிட்டு போறேன். ഞാൻ പോയി വരട്ടെ മക്കളെ. 2-ാം തീയതി വരാം. ഏത് മാസം? എല്ലാ മാസവും 2-ാം തീയതി ഉണ്ടല്ലോ. അങ്ങനെ എങ്ങനെയോ നാട്ടിലെത്തി ഇവൻ ചേച്ചിയുടെ വീട്ടിൽ ഈച്ചയെ അടിച്ചിരിക്കുന്നത് കണ്ട നമ്മുടെ പടത്തിലെ നായിക പ്രിയങ്ക അവൾ വർക്ക് ചെയ്യുന്ന ആശുപത്രിയിൽ ഇവനെ വിളിച്ചുകൊണ്ട് പോകുമ്പോൾ അവൻ ആശുപത്രി തന്നെ അടിച്ചു തകർക്കും. ഇത് കഴിഞ്ഞ് അവന്റെ ചേച്ചി വർക്ക് ചെയ്യുന്ന സ്കൂളിലേക്ക് കൊണ്ടുപോയപ്പോൾ അവൻ അവിടെയും കച്ചറ ഉണ്ടാക്കും. இது 11Cக்கு இப்போ பிடி பீரியட், நீங்க மேக்ஸ் எடுத்துட்டு இருக்கீங்க. பிடி கிளாஸ்னு தெரிஞ்சுக்கிட்டு தான் நான் மேத்ஸ் கிளாஸ் எடுத்துட்டு இருக்கேன். இல்ல, நான் தெரியாம கேட்குறேன். ஒரு ஸ்போர்ட்ஸ் டேக்கோ இல்ல டோர்னமெண்ட் மீட்டிங்க்கோ உங்க பீரியடை நான் கடனா கேட்டா நீங்க தருவீங்களா? ஸ்கூல்ல மேத்ஸ்ல எல்லாரும் எவ்வளவு கம்மியா மார்க்ஸ் வாங்குறாங்க தெரியுமா? இந்த வருஷமும் அப்படியே வாங்கினா அதுக்கு பொறுப்பேத்துக்க நீங்க தயாரா? வருஷம் நீங்க பிடி பீரியடை கடன் வாங்கி மேக்ஸ் எடுத்தும் பசங்க மார்க்ஸ் கம்மியா வாங்குறாங்கன்னா அது സ്റ്റുഡൻസോட തപ്പാ ഇല്ല ടീച്ചറോட തപ്പാ? ഇതെല്ലാം കഴിഞ്ഞ് ഇവന്റെ ചേച്ചിയുടെ വീട്ടിലെ വേലക്കാരൻ ഇവനെയും കൊണ്ട് സൈക്കാട്രിസ്റ്റിനെ കാണാനായിട്ട് പോവും. പക്ഷെ ഇവൻ ആ വേലക്കാരനെ തന്നെ ഭ്രാന്തനാക്കും. പാവം പട്ടാണെന്ന് തോന്നുന്നു. ഇതെല്ലാം പോരാഞ്ഞിട്ട് അവസാനം ഇവനെ നന്നാക്കാൻ ചേച്ചിയുടെ അമ്മായിയപ്പൻ കളക്ടർ ഓഫീസിലേക്ക് കൊണ്ടുപോയപ്പോൾ അയാളുടെ പണി തന്നെ ഇവൻ കളയും. ഒരു തരത്തിലും എന്നെ ജീവിക്കാൻ സമ്മതിക്കില്ലെന്ന് ഉറപ്പിച്ച് തീരുമാനിച്ചിറങ്ങിയിരിക്കുകയാണല്ലേ. അങ്ങനെ ഒരു രീതിയിൽ ഇവന്റെ ശല്യം സഹിക്കാൻ വയ്യാതെ ഇവനെ വീട്ടിൽ നിന്ന് ഇറക്കി വിടുമ്പോൾ ഇവന്റെ ചേച്ചി കൂടി ഇവനോടൊപ്പം ഇറങ്ങിപ്പോകും. ലേ ചേച്ചി, ഏത് നേരത്താണോ എന്തോ ഇവനെയൊക്കെ വീട്ടിൽ വിളിച്ച് കയറ്റാൻ തോന്നിയത്, ഉള്ള കിടപ്പാടം കൂടെ പോയി കിട്ടി. ഇപ്പോഴത്തെ പ്രശ്നം എന്താന്ന് വെച്ചാൽ ചേച്ചിയും ഇവനും ചേച്ചിയുടെ മക്കളും ഒരു ഗ്രൂപ്പ്, ചേച്ചിയുടെ ഭർത്താവും അയാളുടെ വീട്ടുകാരും മറ്റൊരു ഗ്രൂപ്പ്. പിന്നെ ഇവരെ രണ്ടുപേരും തമ്മിൽ എങ്ങനെയെങ്കിലുമൊക്കെ ഒന്നിപ്പിക്കണമല്ലോ, അങ്ങനെയാണല്ലോ വേണ്ടത്. അതിനുവേണ്ടി കുറെ കോപ്രായങ്ങൾ നമ്മുടെ നായകൻ കാണിച്ചു കൂട്ടും. കുറെ നേരം സ്വന്തമായി കോപ്രായം കാണിച്ചുകൊണ്ടിരുന്ന നമ്മുടെ നായകൻ ഇപ്രാവശ്യം പിള്ളേരെ വെച്ചുകൊണ്ടാണ് കോപ്രായങ്ങൾ കാണിക്കുന്നത്. അതിനുവേണ്ടി പിള്ളേരെ കൊണ്ട് ഒരു നാടകം അങ്ങോട്ട് അവതരിപ്പിക്കും. കാസർഗോഡ് തിയേറ്റേഴ്സിന്റെ 49ാമത് കലോപഹാരം ഉറങ്ങിന്റെ കടുവ. അങ്ങനെ ഈ ദുരന്ത നാടകമെല്ലാം കഴിയുമ്പോൾ ചേച്ചിയും ചേച്ചിയുടെ ഭർത്താവും ഒന്നിക്കും. പിന്നെ ടീം ബിയിൽ നിന്ന് ഒരാളെ എടുത്ത് ടീം എയിൽ ഇട്ട് ഒന്നാക്കണമല്ലോ. അതിനുവേണ്ടി വേറെ കുറെ കോപ്രായങ്ങൾ കാണിച്ചു കൂട്ടും. അങ്ങനെ അടുത്ത സീനിൽ ജോലി പോയി പ്രാന്തനായി റോഡിലൂടെ ഉലത്തിക്കൊണ്ടിരുന്ന നമ്മുടെ അമ്മായിയപ്പനെ ഗുണ്ടകൾ വന്ന് തട്ടിക്കൊണ്ടു പോയപ്പോൾ അയാളെ രക്ഷിക്കാൻ നമ്മുടെ നായകൻ ആ ഗുണ്ടകളെ അടിച്ചു പരത്തും. അങ്ങനെ ഇവരെല്ലാം വീണ്ടും ഒന്നാകും. കുറെ കുടുംബപാസം തിരികെ കയറ്റി പടം എടുത്തതാ എന്തായാലും തുടർച്ചയായ ബോംബിലേക്കുള്ള സംഭാവന ആയിട്ടുണ്ട്.